ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, കായിക സംഘാംഗങ്ങളെ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏറെ സന്തോഷത്തോടുകൂടെ അറിയിക്കട്ടെ. പട്ടത്ത ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് 32 വർഷം പൂർണ്ണമായി. 33ാമത്തെ വർഷത്തിൽ നെല്ലിക്കാന മാർത്തമ്മ ഇടവകയിലായിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. കാരണം എൻ്റെ ഈ ശുശ്രൂഷ കാലയളവിൽ ഒരിടവകയിലും ഇതുവരെ ഒരു സേവികാ സംഘത്തിൻ്റെ ധ്യാന യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, അവിടെ നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ശാഖ ഒരു ധ്യാന യോഗം സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്യുന്നത്. ഇടവ മിഷൻ്റെയും യുവജന സഖ്യത്തിൻ്റെയും ഒക്കെ ധ്യാന യോഗങ്ങൾ ക്രമീകരിക്കാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ പ്രവർത്തന പരിപാടികൾ ആലോചിക്കുവാനായിട്ട് സേവികാ സംഘത്തിൻ്റെ കമ്മിറ്റി കൂടിയപ്പോൾ അനേകർ പറയുകയുണ്ടായി, സേവികാ സംഘത്തിനോട് ചേർന്ന് നമുക്ക് ധ്യാന യോഗം ക്രമീകരിക്കണം. എനിക്കും ഏറെ സന്തോഷം തോന്നി, നടത്തണം എന്ന് ഞാനും പറയുകയുണ്ടായി. സേവികാ സംഘ ദിനം സഭയായി കഴിഞ്ഞ ഞായറാഴ്ച ക്രമീകരിച്ചു. അതിനോട് ചേർന്ന് സഭയിലെ എല്ലാ ഇടവകളിലും തന്നെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാളെയാണ് നമുക്കത് നടത്തുവാനായിട്ട് സാധ്യമായിരിക്കുന്നത്. നമ്മുടെ സേവികാ സംഘ അംഗങ്ങൾ അതിന് നേതൃത്വം നൽകുന്നു എന്നതിൽ പ്രത്യേകമായിട്ട് അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയും, പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾ രൂപപ്പെടേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയാതെ പോകും. എന്നാൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായ മനോഭാവങ്ങൾ രൂപപ്പെടുവാനായിട്ട് അമ്മമാർ ഭവനങ്ങളിൽ ശ്രദ്ധിക്കുന്നതിലൂടെ ഇടയാകും എന്നുള്ളതിന് എനിക്ക് അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അമ്മമാർ എന്തുമാത്രം ദൈവവചനത്തോടതായ ബന്ധത്തിൽ തലമുറകളെ പരുവപ്പെടുത്തുന്നുവോ അതനുസരിച്ച് ഒരു ദേശവും ഒരിടവകയും ചുറ്റുപാടുകളും എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക, കർത്താവിൻ്റെ വചസ്സുകൾ കേട്ട് ജീവിതം ക്രമപ്പെടുത്തുക. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടതായ ഒരു സംഭാഷണം ഞാൻ പറയാം. എനിക്ക് ഒരു ഒത്തിരി വേദന ഉളവാക്കി, അതുകൊണ്ടാണ് പറയുക. ഇടവാങ്ങളുടെ കാര്യമൊന്നുമല്ല. ഞാനിങ്ങനെ വാഹനത്തിലിരിക്കുമ്പോൾ മാർത്തോമാ സഭാംഗമായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വൃത്തിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ സ്കൂട്ടറിൽ 2 സ്ത്രീകൾ ഇങ്ങനെ പാസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞതായ വാക്ക് ഇങ്ങനെയായിരുന്നു: കണ്ടില്ലേ, കച്ചട പറക്കി നടന്നതായ പെണ്ണുങ്ങൾ ഇപ്പോൾ സ്കൂട്ടറിൽ പോകുന്ന കണ്ടില്ല. ഞാൻ ഓർത്തു, അദ്ദേഹം ഓർത്തു, ഞാനും അതിനോട് ചേരുന്ന വ്യക്തിയാണ്. ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് ആ മനോഭാവത്തെ ഒത്തിരി വേദനപ്പെടുത്തി. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നതായ ചില മാർക്കുണ്ട്, അതിനപ്പുറമായിട്ട് ആ ആള് പോകരുത് എന്നുള്ളതാണ് ചിന്ത. ഇവിടെ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. കൂലി ജോലി ചെയ്യുന്നതായ ആളുകൾ ഉണ്ടായിരിക്കും. പ്ലാസ്റ്റിക് ഒക്കെ പറക്കി ജീവിക്കുന്നതായ ആളുകൾ ഉണ്ടായിരിക്കും. ഞാൻ പഠിച്ചിരിക്കുന്നത്, ഈ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്: കൂലിവേല എടുക്കുന്നതായ വ്യക്തിക്കും ഞാൻ ഇന്ന് ഏത് വാഹനത്തിൽ സഞ്ചരിക്കുന്നുവോ അതേ വാഹനത്തിൽ അവർക്കും സഞ്ചരിപ്പാനായിട്ട് ദൈവമുഖാന്തരങ്ങൾ ഒരുക്കണം എന്നുള്ളതായ ആഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട്. എനിക്കത് അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ ഈ സമൂഹത്തിൽ ഒരു പരിച്ഛേദമല്ലേ അദ്ദേഹത്തിൻ്റെ വാക്ക് എന്നുള്ളത് മാത്രമാണ്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നതായ ആളുകളുണ്ടാകാം, സങ്കടം അനുഭവിക്കുന്നതായ ആളുകളുണ്ടാകാം. അവരും ജീവിതത്തിന്റെ നല്ല ക്രമങ്ങളിലൂടെ മുന്നേറുവാനായിട്ട് സാധ്യമാകണം എന്നുള്ളതായ സംഗതിയാണ്. അമേരിക്കയിൽ 3 വർഷം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചു. ആ സന്ദർഭത്തിൽ എനിക്ക് അവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധ്യമായതായ സംഗതി, ഏത് തൊഴിൽ ഏർപ്പെടുന്നതായ വ്യക്തിയായാലും
അവർക്ക് ആ സമൂഹത്തിൽ ഒരു മാന്യത ആ സമൂഹം കൽപ്പിച്ചിട്ടുണ്ട്. അവരും നമ്മളെ പോലുള്ളതായ നല്ല വാഹനങ്ങളിലാണ് വീട്ടിൽ കൂലി വേല ചെയ്യാനായിട്ട് വരുന്നതായ ആളും എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റായ നിഗമനങ്ങളും ചിന്തകളും ഉണ്ടാകാം. അത് നമ്മളൊക്കെ ശരിയാണെന്ന് ഓർക്കും. എൻ്റെ മനസ്സിലുമുണ്ട് ഇങ്ങനെ തെറ്റുകൾ ഒത്തിരി. ഇത് തിരുത്തണമെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എന്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒത്തിരി ചരിത്ര സംഭവങ്ങളാണ് ഇതിൽ നമുക്ക് വായിക്കുവാൻ സാധ്യമാണ്. അതനുസരിച്ച് മനസ്സുകളെ പരിമപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ പഴയ പടി തന്നെ തുടരും. നമ്മൾ ഇങ്ങനൊക്കെ ചിലപ്പോൾ അറിയാതൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ ദൈവം തമ്പുരാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ അതേ മനസ്സോടുകൂടെ നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒത്തിരി മുന്നേറാനായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇന്നത്തെ ഈ സന്ധ്യയിലെ കുടിവരവിൽ നമുക്ക് കുറച്ച് പേരുണ്ട്. ഇത്രയും പേര് വന്നല്ലോ, ഏറെ സന്തോഷമുണ്ട്. പുരുഷന്മാർ ഇത്രയും പേര് വന്നല്ലോ, കുഞ്ഞുങ്ങൾ ഇത്രയും പേര് വന്നല്ലോ, ഏറെ സന്തോഷം. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് ഇന്ന് ആവശ്യമായ ദൂത് നമുക്ക് നൽകുവാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സുവിശേഷ സേവികാ സംഘത്തിന് 2023 മുതൽ ധന്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറെ സ്നേഹവും ബഹുമാനമുള്ള റേച്ചൽ ജോർജ് കൊച്ചമ്മയാണ്. കൊച്ചമ്മ കഴിഞ്ഞ മുമ്പത്തെ വർഷം തിരുവനന്തപുരം സെൻട്രൽ സേവികാ സംഘത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുവാനായി എത്തിയതായ സന്ദർഭത്തിൽ നമുക്ക് നൽകിയ ദൂത് ഏറെ അർത്ഥവത്തായിരുന്നു. ഏറെ അമ്മമാരത് ശ്രദ്ധാപൂർവം കേൾക്കുന്നതും എഴുതിയെടുക്കുന്നതൊക്കെ എനിക്ക് കാണുവാനായിട്ട് സാധ്യമായി. കൊച്ചമ്മയുടെ നേതൃത്വം നമുക്ക് ഏറെ സേവികാ സംഘ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടാണ്. കൊട്ടാരക്കര ഭാവിയോട്ട് കുടുംബാംഗമായ കൊച്ചമ്മ വിവാഹം ചെയ്തു വന്നിരിക്കുന്നത് നെടുമ്പറം എന്ന് പറഞ്ഞതായ സ്ഥലത്ത് നമ്മുടെ സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആദരണീയനായ ബിനു ജോൺ അച്ഛൻ, കൊച്ചമ്മ, ഇവിടെ ഇന്ന് ഈ ധ്യാനയോഗത്തിൽ സംബന്ധിക്കുന്ന സേവികാ സംഘാംഗങ്ങൾ, സെക്രട്ടറി ഡോക്ടർ ആനിയത്തിലും മറ്റ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹാവന്ദനം. ഞാനിന്നിവിടെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു 11 വർഷം മുമ്പ് ഇതേ ധ്യാനയോഗത്തിൽ സംബന്ധിക്കുവാനായിട്ട് വന്ന ഒരു ചിത്രം ഞാൻ ഓർക്കുകയായിരുന്നു. അന്നെനിക്ക് തോന്നുന്നു 2 ദിവസം ഞാൻ തന്നെ ആയിരുന്നു സംശയം. ഇവിടെ ഞാൻ അയ്യമ്മയുടെ വീട്ടിൽ വന്ന് അന്ന് രാത്രി ചെലവഴിക്കുകയൊക്കെ ചെയ്തതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് അച്ഛൻ മല്ലശ്ശേരി പള്ളിയിലായിരുന്നു ഉമ്മൻവർക്കി അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഇന്ന് ഈ ദേവാലയം വളരെ മനോഹരമായിരിക്കുന്നു. പുതിയ ഒരു ദേവാലയത്തിൽ സേവികാ സംഘദിനം നാളെ ആചരിക്കുവാനായിട്ട് ഇടയാകുന്നതും അതോടനുബന്ധിച്ചുള്ള ഈ ധ്യാനയോഗത്തിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പുറകിൽ ഞാൻ റീച്ചലിനെ കാണുന്നു. റീച്ചലും ഞാനും കൂടെ ഒരുമിച്ച് ഞാൻ വിവാഹത്തിന് മുമ്പാണ് മർത്തോമ അക്കാഡമിയിൽ M.Com കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് നാൾ അവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എംഫിൽ പഠിക്കാൻ പോയി. പിന്നെ രണ്ടുപേരും 2 വഴിയും പിരിഞ്ഞു. എങ്കിലും പിന്നീട് വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ ദേശങ്ങളിലേക്കൊക്കെ തന്നെ വന്നപ്പോൾ പിന്നെ പലപ്പോഴും എനിക്ക് റീച്ചലിനെ കാണുവാനായിട്ടൊക്കെ സാധിച്ചു. അതൊക്കെ വളരെ സന്തോഷകരമായ ഓർമ്മകളാണ്. തെക്കേമല എന്ന് പറയുന്ന പ്രദേശവും എനിക്ക് അന്യമല്ല. കാരണം എൻ്റെ അമ്മയുടെ ബ്രദർ, എൻ്റെ അമ്മയുടെ വീട് കാർത്തികപ്പള്ളി പള്ളിയാനക്കനാണ്. അമ്മയുടെ ബ്രദർ കോഴഞ്ചേരി കോളേജിലെ മാത്സിൻ്റെ പ്രൊഫസറായിരുന്നു, PC ഡാനിയൽ സാർ. ഒരു പക്ഷേ പഴയ ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ അമ്മാച്ചനായിരുന്നു. അങ്കിള് പക്ഷെ 48 വയസ്സിൽ പെട്ടെന്ന് മരണമടഞ്ഞു. അപ്പോൾ അങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടെ ഈ തെക്കേമല ഒക്കെ അമ്മയുടെ കൂടെ വന്നതും. അപ്പോൾ അങ്ങനെ ഈ ദേശം ഒരു അപരിചിതമായിട്ടുള്ള പ്രദേശമല്ല. ഈ ഒരു ദേശവുമായിട്ട് വീണ്ടും ബന്ധം പുതുക്കുന്നതിനൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി കരയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ബിനു ജോൺ അച്ഛൻ ഈ ഒരു ധ്യാനയോഗത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്ക് സേവികാ സംഘത്തോടനുബന്ധിച്ച് അച്ഛൻ ഇവിടെ പറഞ്ഞല്ലോ, സേവികാ സംഘത്തിൻ്റെ ഒരു ധ്യാനയോഗം നടക്കുന്ന ഇടവുകളൊക്കെ കുറവാണ്. അപ്പോൾ നല്ല ഒരു വെളിച്ചമുള്ള ഒരു ഇടവകയായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം. വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സുള്ള ഒരു ഇടവകയാണ് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, മർത്തോമ സുവിശേഷ സേവികാ സംഘം എന്ന് പറയുന്നത് 106 വർഷത്തെ
ചരിത്രം പേറുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലേ. അപ്പോൾ 1919 ഈ മർത്തോമാ സുവിശേഷ സേവികാ സംഘം ആരംഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഈ അടുക്കളയുടെ 4 ചുവരിനപ്പുറം എന്തെങ്കിലും ഒരു ലോകമുണ്ടോ എന്ന് ഈ നമ്മുടെ നാടെന്നല്ല, പാശ്ചാത്യ ലോകത്തിലും പോലും അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇംഗ്ലണ്ടിൽ വിർജീനിയ വുൾഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരൊരു നോവൽ എഴുതി, എ റൂം ഓഫ് അൺസോൾ, സ്വന്തമായ ഒരു മുറി എന്ന് പറയുന്ന ഒരു പുസ്തകം അവരെഴുതി. എ റൂം ഓഫ് അൺസോൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു ഇടം ഒരു സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പം സ്ത്രീകൾ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ അകത്തളങ്ങൾക്കുള്ളിൽ അവർ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഒക്കെ അതിന് ചിറകുകൾ നൽകി അവരുടെ ഭാവനയിൽ എഴുതിയ ഒരു പുസ്തകമായിരുന്നു എ റൂം ഓഫ് അൺസോൾ എന്ന് പറയുന്നത്. ആ പുസ്തകം പാശ്ചാത്യ നാടുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അതേ തുടർന്ന് ഒരുപാട് ചർച്ചകളും വാഗ്വാദങ്ങളും അല്ലെങ്കിൽ സംവാദങ്ങൾക്കും ഒക്കെ ഒരു തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ പാശ്ചാത്യ നാട്ടിൽ അത്തരത്തിൽ ഒരു ചിന്തകളൊക്കെ അല്ലെങ്കിൽ സ്ത്രീപക്ഷ ചിന്തകൾ, സ്ത്രീകൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടെന്നോ അവർക്കും ഈ സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ടെന്നോ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ കഴിയുമെന്നോ ഒക്കെ ഉള്ള ചിന്തകളൊക്കെ ഉയർന്നു വന്നത് ഈ 1929 ശേഷമാണ്. ഈ സ്ത്രീ പുസ്തകം എഴുതിയത് 1929 കാലഘട്ടത്തിലാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ ചിന്തിക്കുക, അതിനും 10 വർഷം മുമ്പ് 1919 ഇവിടെ നമ്മൾ തികച്ചും ഗ്രാമീണമായിട്ടുള്ള അല്ലെ, അത്രയ്ക്കൊന്നും പരിഷ്കാരം കടന്നു വന്നിട്ടില്ലാത്ത നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കുമ്പോട്ട് പ്രദേശങ്ങളിലൊക്കെ കാണ്ടമ്മ കൊച്ചുമയെ പോലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അതുപോലെ ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഉണ്ടായ ഒരു വലിയ ദർശനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലമായിട്ടാണ് അല്ലെ. അപ്പോൾ 34 വയസ്സിൽ വിധവയായി തീർന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ കഴിഞ്ഞ ആ സ്ത്രീയെ പക്ഷെ അതിൽ പതറാതെ അല്ലെ, ആ പ്രതിസന്ധിയിൽ പതറാതെ അതിനപ്പുറം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തോട് ചെയ്തു തീർക്കുവാനുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ അന്നത്തെ പുരോഹിതന്റെ ഭാര്യയായ അത് ബസ്ക്യോയും മറ്റു ചില സ്ത്രീകളും ഒക്കെ ചേർന്ന് അയൽവക്കങ്ങളിലൊക്കെ പോയി അവരെയെല്ലാം വേദപുസ്തകം പഠിപ്പിക്കുകയും നല്ല മൂല്യങ്ങൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാനൊക്കെ അവർ മുൻകൈയെടുത്തു. അങ്ങനെ മുൻകൈയെടുത്ത് അതെന്ത് ചെയ്തു, അത് വ്യാപിച്ച് പല ദേശങ്ങളിലേക്ക് പോയി അവർ ഓരോ ഇടവുകൾ തോറും നടന്ന് സ്ത്രീകളെല്ലാം സംഘടിപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ വേദപുസ്തകം പഠിപ്പിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ അത് കണ്ടിട്ടാണ് സഭാപിതാക്കന്മാരെന്ത് ചെയ്യുന്നത്, ആ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ വേദപുസ്തകത്തിന്റെ അന്നൊക്കെ വേദപുസ്തകം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമുക്ക് ധാരാളമായ വേദപുസ്തകം, നമ്മുടെ ഓരോ ആൾക്കും ഓരോ വേദപുസ്തകവും ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് വേദപുസ്തകം ചിലപ്പോൾ ഒരു പള്ളിയിൽ ഒരു വേദപുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വായിച്ചാണ് കേൾക്കുന്നത്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും വീട്ടിൽ വേദപുസ്തകം ഇല്ല. അപ്പൊ ആ സാഹചര്യത്തിൽ വേദപുസ്തകത്തിന്റെ 10 പ്രതികൾ അന്നത്തെ തിരുമേന്മാര് ഈ സ്ത്രീകൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേദപുസ്തകം പഠിക്കാനുള്ള അവരുടെ ഉദ്യമത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവരുടെ ആ ഒരു ഉദ്യമത്തിന് ഇനിഷ്യേറ്റീവിനെ അതിലേക്ക് കടക്കാം. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുകയും അല്ലെ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിന്റെ പൊരുളും സ്നേഹത്തിന്റെ പ്രമുഖവുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ ഗ്രഹിക്കുന്നതിന് അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒടുക്കത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നതിന് പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അപ്പൊ നമ്മള് ഇവിടെ ഈ ഒരു വേദഭാഗം നമുക്കറിയാം, അത് ആദിമ സഭയിൽ നമ്മുടെ ആദിമ സഭയുടെ ഒരു വളർച്ചയില് സ്ത്രീകളുടെ ഒരു റോൾ എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് ഒക്കെ കാട്ടിത്തരുന്ന ഒരു വേദഭാഗമാണ് അല്ലെ. അതായത് യേശുവിന്റെ ഉദ്ധാനത്തിന്റെ പ്രഥമ സാക്ഷികൾ ആരായിരുന്നു? സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ചില ഇൻസിഡൻസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് എല്ലാ സുവിശേഷങ്ങളിലും ഒന്നും രേഖപ്പെടുത്തി കാണത്തില്ല അല്ലെ. നമ്മളിത് കാനാവിലെ കല്യാണത്തിലെ സംഭവം യോഹന്നാനിലാണ് നമ്മൾ കാണുന്നത്. ചില സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ചില സുവിശേഷങ്ങൾ മാത്രമേ രേഖപ്പെടുത്തപ്പെടുന്നുള്ളൂ. പക്ഷേ 4 സുവിശേഷങ്ങളും ഒരുപോലെ പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ ഉദ്ധാനത്തിന് സ്ത്രീകൾ സാക്ഷികളായി എന്നുള്ളത്. 4 സുവിശേഷങ്ങളും ഒരുപോലെ പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ.
എന്നാൽ അതിനകത്ത് സ്ത്രീകൾ ഒരുമിച്ച് പോയി എന്നാണ് ഇവിടെ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ പിന്നെ 3 സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും ഒരുമിച്ച് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്ത്രീകൾ ഒരുമിച്ച് പോയി എന്ന് പറയുന്നത്. പിന്നീട് താഴോട്ട് പറയുമ്പോൾ അവിടെ പറഞ്ഞ അവർ ആരെന്നാൽ മഗ്ദലന മറിയം, യാക്കോബിന്റെ അമ്മ മറിയം, യോഹന്ന എന്നിവരാണെന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ മഗ്ദലന മറിയവും മറ്റേ മറിയവും ഒരുമിച്ച് പോയി എന്ന് പറയുന്നു. വിശുദ്ധ യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മഗ്ദലന മറിയ ഒറ്റയ്ക്കാണ് കല്ലറയിൽ ചെല്ലുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരാൾ മഗ്ദലന മറിയയാണ് അല്ലെ. ഈ 4 സുവിശേഷത്തിലും കാണുന്ന ആള് മഗ്ദലന മറിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അവിടെ ഒരു ആ ലോകം എന്ന് പറയുന്നത്, ആ യഹൂദ ലോകം എന്ന് പറയുന്നത് പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു ലോകമാണ് അല്ലെ. അപ്പൊ ഏറ്റവും അധികം പേട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹമായിരുന്നെങ്കിലും എങ്ങനെയാണ് സ്ത്രീകൾ ആ ഉദ്ധാനത്തിന് സാക്ഷികളായി മാറിയത്? അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് ഒരു വിലയും കൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കോടതിയിൽ പോലും ഒരു സാക്ഷ്യം, സ്ത്രീകളുടെ സാക്ഷ്യം അവിടെ എന്താണ്, അവിടെ കോടതിയിൽ അംഗീകരിക്കത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സ്ത്രീകളുടെ മുമ്പിൽ യേശു പ്രത്യക്ഷത നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുമായി സ്ത്രീകൾ എത്രമാത്രം ചേർന്ന് നിന്നിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണത് അല്ലെ. അല്ലാതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ യേശു എന്ന ഇവർക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നൊന്നും വിചാരിച്ചതല്ല. യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം കാണുന്ന സ്ത്രീ സാന്നിധ്യം നമുക്കതിന് തെളിവാണ്. നമുക്കറിയാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ദൈവശാസ്ത്രജ്ഞർ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇടപെടലോടുകൂടിയാണ്. അതാരാണ്? യേശുവിന്റെ അമ്മയായ മറിയ അല്ലെ. കാനാവിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്ന സംഭവത്തിൽ അവിടെ ഒരു ആവശ്യം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് പുഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ആനയിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്നത് ആരാണ്? യേശുവിന്റെ അമ്മ മറിയയാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ. പിന്നീട് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം യേശുവിന്റെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാം. ഇപ്പൊ 28-ാം അധ്യായമാണെങ്കിൽ 27-ന്റെ 55-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ 55-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. അപ്പം യേശുവിന്റെ ശുശ്രൂഷയിൽ യേശുവിനെ അനുഗമിച്ച പല സ്ത്രീകളുണ്ടായിരുന്നു. യേശുവിനെ ശുശ്രൂഷിച്ചു വന്ന, ശുശ്രൂഷ എന്ന് പറയുന്നത് വെറും ഒരു വില കുറഞ്ഞ ഒരു ശുശ്രൂഷയായിട്ടല്ല. ദൈവദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു എന്ന മരുഭൂമിയിൽ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട ശേഷം ദൈവദൂതർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു പോന്നു എന്ന് പറയുന്നതിൻ്റെയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ശുശ്രൂഷയായിരുന്നു സ്ത്രീകളുടേത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കന്യാമറിയാമിൽ നിന്നാണെങ്കിൽ അവസാനം ഉദ്ധാനത്തിന് സാക്ഷികളാകുന്നതും ആര് തന്നെയാണ്? സ്ത്രീകളാണ് അല്ലെ. അതുപോലെ തന്നെ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നതും ആരാണ്? സ്ത്രീകളാണ് അല്ലെ. ആ സ്ത്രീ സാന്നിധ്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അതിന്റെ വളർച്ചയിലും അതിന്റെ വികാസ പരിണാമത്തിലും എല്ലാം സ്ത്രീകളുടെ സാന്നിധ്യം ഏറ്റവും വലുതായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ നൽകിയ ശുശ്രൂഷകളുടെ ഒരു വലിപ്പം, മഹത്വം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതും ഒക്കെ വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു യേശുവിന്റെ സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും എന്ന് പറഞ്ഞ ഒരു തീമുമായി ബന്ധപ്പെടുത്തി ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് ഈ ഒരു സന്ധ്യാസമയം നമുക്ക് ചിന്തിക്കാം. നാളെ നിങ്ങൾ സേവികാസംഘ ദിനം ആചരിക്കുമ്പോൾ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രസംഗം കേൾക്കും അല്ലേ. അപ്പൊ ഓരോരുത്തരും പറയുമ്പോഴും അതിന്റെ ഡിഫറൻറ്റ് ഒരു ആംഗിളിൽ കൂടി ആയിരിക്കും അത് പറയുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ തന്നെ ഈ പ്രസംഗം 3 പറയുമ്പോൾ അത് ചിലപ്പോൾ അത് വ്യത്യാസമായിട്ടിരിക്കും. ഇവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ, ചിന്തകൾ ഒക്കെ ചിലപ്പോൾ വ്യത്യസ്തമാകും അല്ലേ.
അപ്പോൾ എന്നാലും അതിന്റെ ഒരു കോമൺ കണ്ടന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നുള്ളത് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് തമ്മിൽ പകരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഒരുമിച്ച് ആലോചിക്കാം. അത് നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റത്തിന്റെ വിത്തായിട്ട് വളരണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾക്ക് ഒരു മാറ്റത്തിന്റെ പ്രഘോഷകരായിരിക്കാൻ പറ്റുള്ളൂ. എന്നും ഒരുപോലെ അല്ലെങ്കിൽ പുതിയ പുതിയ ചിന്തകൾ, പുതിയ സത്യത്തിലേക്ക് എന്ത് ചെയ്യണം, ഈ വചനം നമ്മെ വഴി നടത്തണം, അല്ലേ? അപ്പോൾ എന്നാൽ മാത്രമേ ആ വചനം നമ്മളിലെ യാഥാർത്ഥ്യമായിട്ട് തീരുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ സ്ത്രീകൾ അതിരാവിലെ കല്ലറയ്ക്കൽ പോകുന്ന ആ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഈ സ്ത്രീകൾ എങ്ങനെയാണ് ഈ ഒരു സ്വയം നിർമ്മിത തടവറകളെ പുറത്ത് കടക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം സ്വയം നിർമ്മിത തടവറകളെ മറികടക്കുന്ന സ്ത്രീ സഹജമായ ഒരു മുൻകൈ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ്, സ്ത്രീകളുടെ ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ കാണാനായിട്ട്, വിമൻസ് ഇനിഷ്യേറ്റീവ് ടു ഓവർകം സെൽഫ് ഇമ്പോസ്ഡ് ഗെറ്റോസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സിറ്റുവേഷനെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ യേശുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് വലിയ എന്താണ്, ആ റോമൻ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ആ യഹൂദ മതാധികാരത്തിന്റെ ഒക്കെ ഒരു ഇരയാക്കി തീർത്തതാണ് യേശുവിന്റെ ഈ ക്രൂശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ക്രൂരത നിറഞ്ഞ ഒരു പശ്ചാത്തലം, വളരെ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു, വളരെ നിസ്സഹായരായിട്ട് അവരുടെ വാതിലുകളൊക്കെ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ്, അല്ലെ? അല്ലെങ്കിൽ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലാണ്. ഇത്രയും നാൾ യേശുവിന്റെ കൂടെ നടന്നത് വെറുതെ ആയിപ്പോയോ, അല്ലെ? 3.5 വർഷം ഞങ്ങള് ഈ പഠിച്ചതും ചിന്തിച്ചതും ഒക്കെ കാര്യങ്ങളൊക്കെ വ്യർത്ഥമായി പോയോ എന്ന് അവർ ചിന്തിക്കുകയാണ്. ഈ ഞങ്ങളുടെ പഴയ തൊഴിലിലേക്ക് ഞങ്ങളത് ഞങ്ങളുടെ മീൻപിടുത്തത്തിലേക്കും മറ്റു തൊഴിലിലേക്ക് മടങ്ങി പോകണമോ എന്ന് അവർ ചിന്തിക്കുന്നു. എമ്മോസിലേക്കുള്ള മടക്കയാത്രയൊക്കെ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ആകെപ്പാടെ ഭയവിഹ്വലരായി, നിസ്സഹായരായി, ഒറ്റപ്പെട്ട് അനിശ്ചിതത്വത്തിന്റെ അല്ലെങ്കിൽ അവർക്കൊരു നാഥനില്ലാതെ ഒരു ഇടയിലില്ലാതെ ആയിത്തീരുന്ന ഒരു അനുഭവത്തിലാണ്. ഇനി എന്ത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ യേശുവിനെ അവർ ഗുരുവായി അവർ കൂടെ നടന്നിരുന്നുവെങ്കിലും യേശുവിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്തു, അവരെല്ലാം മാറിക്കളഞ്ഞു, അല്ലേ? അവരെല്ലാം പേടി കൊണ്ടായിരിക്കാം, ഭയം കൊണ്ടായിരിക്കാം, അവർ യേശുവിനെ ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടൻ മാറിപ്പോയി, ഒരു കൂട്ടൻ ഓടിപ്പോയി, അല്ലെങ്കിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും ഒക്കെ ചെയ്തതൊക്കെ ഇപ്പോൾ ഓർത്ത് അവരെന്ത് ചെയ്യുകയാണ്, അവര് ആ ഒരു വലിയ കുറ്റബോധത്തിലായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തു എന്ന് പറയുന്ന അധ്യായം അവരെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞു പോയത് ഒരു അധ്യായമായി മാറിയിരിക്കുക. അപ്പൊ വലിയൊരു കുറ്റബോധത്തിന്റെ പിടിയിലാണ് അവർ. അതേസമയം ഈ റോമൻ ഭരണകൂടത്തിന്റെയൊക്കെ വലിയ ആ ഒരു ക്രൂരത ഓർക്കുമ്പോൾ അവർക്ക് ആകെപ്പാടെ ഭയങ്കരമായ ധാർമ്മിക രോഷം, അല്ലേ? ഇന്ന് ഗാസായിലൊക്കെ നടക്കുന്ന നാളെ മാർത്തോമാ സഭ ഈ ഗാസായിൽ ഉള്ള ആ ക്രൂരതയ്ക്കെതിരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തണം എന്ന് മാർത്തോമാ മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ധാർമ്മിക രോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ധാർമ്മിക രോഷം അവരുടെ ഒരു ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവര് വളരെയധികം ഇങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള അനുഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് വലിയ ഒരു ക്രൂശ് അല്ലെങ്കിൽ ഈ ക്രൂശീകരണം ഒരു രക്ഷയുടെ ചിഹ്നം എങ്ങനെയാണ് ആവുന്നത്, അല്ലേ? അപ്പൊ രക്ഷയുടെ ചിഹ്നം, അപ്പൊ രാജാവ് എന്ന് പറയുമ്പോൾ ഒരു മഹത്വത്തിന്റെ ചിഹ്നമാവുന്നത് എങ്ങനെയാണ് ക്രൂശ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെയധികം ഈ ക്രൂരതയും ക്രൂശും ഒക്കെ ഒരു മഹത്വത്തിന്റെ അടയാളമായിട്ട് എങ്ങനെയാണ് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വളരെയധികം ഒരു പല തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ശിഷ്യന്മാർ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ ഇത്രയും നാള് നടന്നതും ചിന്തിച്ചതും യേശുവിന്റെ പുറകെ നടന്നതും എല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പം അതിജീവനത്തിന്റെ എല്ലാ സാധ്യതകളും കൊട്ടിയടക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് അവരിങ്ങനെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവർ അങ്ങനെ ആ വാടിക മുറിയിൽ അല്ലെങ്കിൽ വാതിലുകളെ അടച്ച് ഭയവിഹ്വലരായിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഒരു തുറവി സാധ്യത നിൽക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്, അല്ലെ? അപ്പോൾ സ്ത്രീകൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ മറികടക്കാൻ, ആ തടവറകളിൽ നിന്ന് ഭയത്തിൻ്റെതായ ആ തടവറകളിൽ നിന്ന് മറികടക്കാൻ ഒരു ധൈര്യം കാണിക്കുന്ന ആരാണ്?
സ്ത്രീകളാണ്. അപ്പോൾ അവര് എന്ത് ചെയ്യുന്നു, ആ ഒരു ദേ ടുക്ക് ദി ഇനിഷ്യേറ്റീവ് ടു ഓവർകം ദി സെൽഫ് ഇമ്പോസ് ഗെറ്റോസ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഇരുളും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഭയപ്പെടുത്തുന്ന ആ ഇരുളിന്റെ സാഹചര്യത്തിനെ ഫേസ് ചെയ്യണം, അല്ലെ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അഭിമുഖീകരിച്ചെങ്കിൽ മാത്രമേ, കൺഫ്രണ്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ആ കല്ലറയിലേക്ക് അവർ പോകാനായിട്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സ്ത്രീകളെ, മുൻകൈ എടുക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണും. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? അവര് അപ്പൊ മറിയ അവിടെ ചെല്ലുമ്പോൾ പിന്നീടും വലിയ പ്രതിസന്ധികളെയൊക്കെ അവിടെ വീണ്ടും കാണുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ശരീരം കാണുന്നില്ല, അല്ലെ? യേശുവിന്റെ ശരീരം കാണുന്നില്ല. അവിടെ ആ ദൈവദൂതന്മാരോട് ചോദിക്കുന്നു, ഈ ശരീരം എവിടെ വെച്ചെന്ന് നിങ്ങൾ പറഞ്ഞു തരിക, ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ ഏത് ശരീരവും അഴുകി നാറ്റം വെക്കുന്നതും ഒക്കെ അവൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവൾ ചോദിക്കുന്നത്. പക്ഷെ അതാണ് ഒരു സ്ത്രീയുടെ ഹൃദയവും മനസ്സും എന്ന് പറയുന്നത്, അല്ലെ? തങ്ങൾ പ്രിയം വെക്കുന്ന ഒന്നിനു വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള ഒരു വലിയ ഒരു ത്വര, അത് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണ് എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ത്രീയുടെ ഹൃദയവും മനസ്സും അതാണ്. അപ്പോൾ തങ്ങൾ യേശുവിന്റെ ആളത്വത്തോടും അവന്റെ മിനിസ്ട്രിയോടും ഒക്കെ അവർ ആഴമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിയെന്നുള്ളതാണ്. അപ്പൊ യേശുവിന്റെ നിലപാടുകളെ പറ്റിയും യേശുവിന്റെ ദർശനങ്ങളെ പറ്റിയും യേശു എങ്ങനെയാണ് സ്ത്രീത്വത്തെ ബഹുമാനിച്ചതെന്നും ആദരിച്ചതെന്നും തങ്ങളെ